ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവം യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അതോടൊപ്പം തന്നെ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശാന്തിയുടെ സമാധാനത്തിൻ്റെ ദൂതിൻ്റെ കഥയുമാണ്. ഈ സന്ദർഭത്തിലെ യുദ്ധം ഒരു ആസന്നമായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങളുമായി ദൂതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതിൽ പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യുന്ന ദൂത് തന്നെയാണ്. അത് വിശ്വപ്രസിദ്ധമാണ്. അന്നത്തെ കാലത്ത് നടന്ന ഏറ്റവും ഘോരമായ ഒരു ലോകയുദ്ധത്തെ കഴിയുന്നതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശാന്തിയുടെ സന്ദേശവുമായി, സമാധാന സന്ദേശവുമായി ഭഗവാൻ തന്നെ പുറപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് പാണ്ഡവന്മാര് 5 പേരും പാഞ്ചാലിയും ഈ 6 പേരുമായിട്ട് ഭഗവാൻ ചർച്ച ചെയ്യുകയാണ്. ഈ ദൂതിൻ്റെ ദൗത്യം എന്താണ്, ഈ ദൂതിൽ താൻ സ്വീകരിക്കേണ്ട നയം എന്താണ്. യുധിഷ്ഠിരൻ വ്യക്തമായ ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹമാണ് ഇതിൽ ആധികാരികമായി പറയേണ്ട ആൾ. അദ്ദേഹം പറഞ്ഞു, സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ശമം തന്നെയാണ് വേണ്ടത്, അതിൽ യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ല, യുദ്ധം ഒഴിവാക്കണം. യുദ്ധം കൊണ്ടുണ്ടാകുന്ന നിരവധി ദുഃഖങ്ങളെക്കുറിച്ചും അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറയുന്നത്. അതേസമയത്ത് ദുര്യോധനന്റെ സ്വഭാവം മുമ്പേ തന്നെ അറിയുന്നത് കൊണ്ട്, നന്നായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ അറിയുന്നത് കൊണ്ട് അദ്ദേഹം ഒരിക്കലും വഴങ്ങുകയില്ല എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഏകദേശം ഉറപ്പുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ഈ ദൂതന്റെ ലക്ഷ്യം എന്ന് ചിന്തിക്കുന്ന സമയത്ത് അത് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരാണ് കൂടുതൽ പരിശ്രമിച്ചത്, സമാധാനത്തിന് വേണ്ടി, ലോകസമാധാനത്തിന് വേണ്ടിയിട്ടും ലോകനാശത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പരമാവധി ശ്രമിച്ചു എന്നുള്ള ഒരു യശസ് നിലനിർത്തുക എന്നുള്ളതാണ് ഈ ദൂതന്റെ ലക്ഷ്യമെന്ന് ശ്രീകൃഷ്ണ ഭഗവാനും കൃത്യമായിട്ട് പറഞ്ഞു. അതിനുശേഷം ഭീമസേനൻ അദ്ദേഹത്തിൻ്റെ സാധാരണ പ്രകൃതിക്ക് വിരുദ്ധമായ രീതിയിലാണ് ശമം വേണം, ആരെയും കൊല്ലാൻ താല്പര്യമില്ല, യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, മറിച്ച് ശമമാണ്, ശാന്തിയാണ് വേണ്ടത്. മുഖ്യ ഘട്ടത്തിൽ ഒരു നിവൃത്തികേട് കൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന കാര്യം ഭീമൻ പറഞ്ഞപ്പോൾ ഭഗവാൻ പോലും അമ്പരന്ന് പോയി. കാരണം ഭീമൻ ഒരു പരാക്രമിയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പലപ്പോഴും യുദ്ധത്തിൽ ക്ഷമ കാണിക്കാത്ത ആളാണ്. ക്ഷമ കെട്ട് അത്രയധികം തൻ്റെ ആ ശൗര്യം, പരാക്രമം കാണിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന പ്രതികാര ബുദ്ധി കൊണ്ട് അത്രയധികം വിഷമിച്ച ആളാണ് അദ്ദേഹം. അത് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ മറുപടിയിൽ പറഞ്ഞു. നീ നിരന്തരം ഉറക്കത്തിൽ പോലും വിളിച്ചു പറയുമായിരുന്നു പ്രതികാരത്തെക്കുറിച്ച്. പ്രതികാരം ചെയ്യാൻ സാധിക്കാത്ത കൊണ്ട് അമർഷവുമായിട്ട് എന്നും ഏകാന്തത്തിലിരുന്ന് കരയുകയും പലതരത്തിലുള്ള പ്രലാപങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് നീ. എന്നിട്ട് എന്താണ്, നിനക്ക് യുദ്ധത്തോട് അടുക്കുമ്പോൾ നിന്റെ മുട്ട് വിറക്കാൻ തുടങ്ങിയോ, നിന്റെ തുടകൾ, നിന്റെ ഊരുക്കൾ സ്തംഭിച്ചു പോയോ, നിനക്ക് ചലിക്കാൻ പറ്റാതെയായി പോയോ, എന്താണ് എന്ന് ചോദിക്കുന്നു. വാസ്തവത്തിൽ ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ശമം നടക്കില്ല, ദുഷ്ടാത്മാക്കളെ മുഴുവൻ സംഹരിക്കുക എന്നുള്ളത് തൻ്റെ ദൗത്യമാണ് എന്ന് ഭഗവാൻ കരുതുന്നു. പക്ഷെ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ സന്ദേശവാഹകനായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തോട് നീതി പുലർത്തണം എന്നും ഭഗവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഭഗവാൻ അത് ഏറ്റെടുത്തത് എന്ന് നമുക്ക് ഇവിടെ വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഭീമസേനന്റെ ഈ ഒരു മാറ്റം, ഈ ഒരു ചുവട് മാറ്റത്തെ ഭഗവാൻ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഭീമൻ ചടകുടഞ്ഞ് എഴുന്നേറ്റു. തഥോക്തോ വാസുദേവേന നിത്യമന്യുരമർഷണ സവശ്വത് സമാധാപത് ബഭാഷേ തദനന്തരം. അവിടെ ഭീമന് ഇരിക്കപ്പുറതി കിട്ടിയില്ല എന്നാണ്. നിത്യമന്യു ആണ് അദ്ദേഹം, അമർഷണനാണ്, എന്നും ക്രോധം കൊണ്ട് നടക്കുന്നവനാണ്. ആരോട്? തൻ്റെ ശത്രുക്കളോട്, സഹോദരന്മാരോടല്ല, ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി എന്നും അമർഷം കൊണ്ടു നടക്കുന്ന അദ്ദേഹം സ്വവശ്വത് സമാധാവത്, ഒരു നല്ല കുതിരയെ പോലെ, കുതിരകൾക്ക് സാധാരണ അടങ്ങിയിരിക്കാൻ സാധിക്കില്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, കാലുകൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും, കെട്ടിയിട്ട കുതിര പോലെ അനങ്ങിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ തല ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ഭീമന് അവിടെ ഇരിക്കപ്പുറതിയില്ലാത്ത രീതിയിൽ ഒരു കുതിരയെ പോലെ, ഓടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കുതിരയെ പോലെ ആണ് അദ്ദേഹം പറഞ്ഞത്. തൻ്റെ പൗരുഷം ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതിൽ ഒരു അപമാനം അനുഭവിച്ചുകൊണ്ട് ഭീമൻ ഭഗവാനോട് ഒരു പരിഭവം പോലെ പറയുകയാണ്. അന്യഥാമാം ചികീർഷന്തം അന്യഥാ മന്യസേ അച്യുത.
പ്രണീതഭാവമത്യർത്ഥം യുധി സത്യപരാക്രമം. ഹേ അച്യുത, ഹേ ശ്രീകൃഷ്ണ, അങ്ങ് എന്നെ അനാവശ്യമായിട്ടാണ്, ഞാൻ ഉദ്ദേശിച്ച കാര്യമേ അല്ല അങ്ങ് എന്നിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ആഗ്രഹിച്ച കാര്യമല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല അങ്ങ് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ മനസ്സിലാക്കിയതായിട്ട് ഭാവിക്കുന്നത്. ഞാൻ യുദ്ധപരാക്രമനാണ്. യുദ്ധത്തെ അത്യധികം, പരാക്രമത്തെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന ആളാണ് എന്നും അങ്ങക്ക് അറിയാഞ്ഞിട്ടല്ല. വേത്സ്യേ ദാശാർഹ സത്യം മേ ദീർഘകാലം സഹോഷിത. നമ്മൾ ഒരുമിച്ച് എത്ര കാലം കഴിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്വഭാവത്തിന്റെ ശരിയായ സ്വരൂപം അങ്ങക്ക് അറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് അങ്ങ് എന്തിനാണ് എന്നെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞത്? അല്ല, ഒരുപക്ഷെ ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞു കൂടിയിട്ടും ഒരു സരസിന്റെ മുകളിൽ പ്ലവം ചെയ്യുന്ന, നീന്തിപ്പോകുന്ന, വെള്ളത്തിന് മുകളിലൂടെ നീന്തിപ്പോകുന്ന ഒരാള് ആ സരസിന്റെ ആഴവും അതിന്റെ ഗഹനത, അതിന്റെ വലുപ്പത്തെ അറിയാത്തതുപോലെ എൻ്റെ സ്വഭാവത്തെ വേണ്ടത്ര അങ്ങ് അറിഞ്ഞിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എനിക്ക് ചേരാത്ത വാക്കുകളാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. അത് എന്നെ അധിക്ഷേപിക്കലാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ എന്നെ അധിക്ഷേപിക്കാൻ? ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ എൻ്റെ ശക്തിയെ ഇവിടെ വെളിപ്പെടുത്താതിരുന്നത്, ആത്മപ്രശംസ പറയുന്നത് ഒരിക്കലും അത് അനാര്യ കർമ്മമാണ്. നല്ല ആളുകൾ ചേർത്തതല്ല ആത്മപ്രശംസ. എങ്കിലും അതിവാദാപവിദ്ധസ്തു വക്ഷ്യാമി ബലമാത്മനഃ. ഞാൻ എൻ്റെ ബലത്തെക്കുറിച്ച് പറയുമ്പോൾ അത് എന്നെക്കുറിച്ച് അങ്ങ് അതിവാദങ്ങൾ കൊണ്ട് എന്നെ മുറിവേൽപ്പിച്ചു, എന്നെ എയ്ത് കൊള്ളിച്ചു. ഞാൻ അപവിദ്ധനായി തീർന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എൻ്റെ ശക്തി പറയുന്നത്. ഈ ഭൂമിയും സ്വർഗവും അവിടെയുള്ള രണ്ട് ലോകങ്ങളിലുള്ള പ്രജകളെല്ലാം ചേർന്ന് മറുപക്ഷത്ത് നിന്നാലും എൻ്റെ ഈ രണ്ട് കൈകൾ കൊണ്ട് ഞാൻ അവരെ നിഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളവനാണ്. എൻ്റെ ഈ കൈകളിൽ നിന്ന് അവരാരും രക്ഷപ്പെട്ടു പോവുകയുമില്ല. ഇരുമ്പുലക്കകൾ പോലെയുള്ള ഈ കൈകളിൽ നിന്ന് ഹിമവാൻ, സമുദ്രം, ഇന്ദ്രൻ മുതലായ ആളുകൾക്ക് പോലും, അതുപോലെ ഈ ഭൂമിയിലുള്ള സകല രാജാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് വന്നാലും, അവരൊക്കെ ചേർന്ന് പാണ്ഡവന്മാരെ എതിർത്താലും, ഒന്നുകിൽ എൻ്റെ കൈകൾക്കുള്ളിൽ കിടന്ന് അവർ ഞെരിഞ്ഞമരും, അല്ലെങ്കിൽ എൻ്റെ കാലുകൾ കൊണ്ട് ഞാൻ അവരെ ഞെരിച്ചമർത്തും. അത്രയും ശക്തി എനിക്കുണ്ട്. ഞാൻ രാജാക്കന്മാരെ ദിഗ്വിജയം ചെയ്യുന്ന സമയത്ത് കിഴക്ക് ഭാഗത്തുള്ള മുഴുവൻ രാജാക്കന്മാരെയും എൻ്റെ പരാക്രമം കൊണ്ട് ജയിച്ച കാര്യവും അങ്ങ് ഒരുപക്ഷെ മറന്നുപോയതാണോ അല്ല അറിഞ്ഞില്ലെന്ന് അടിക്കുന്നതാണോ? അതങ്ങക്ക് അറിയില്ലെങ്കിൽ ഇനി കനത്ത് വരുന്ന യുദ്ധത്തിൽ അങ്ങക്ക് നേരിട്ട് എന്നെ കാണാൻ സാധിക്കും. ഉദിച്ചുയരുന്ന സൂര്യൻ എങ്ങനെയാണോ അവന്റെ പ്രഭാവം, ചൂട് വർദ്ധിച്ചു വരുന്നത്, അതുപോലെ വളർന്നുകൊണ്ടേയിരിക്കുന്ന, ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ആ ശക്തിയുടെ ആ പ്രഭാവം അങ്ങേക്ക് യുദ്ധത്തിൽ നേരിട്ട് കാണാൻ സാധിക്കും. പരുഷേ രാക്ഷപസിക്കും വ്രണം പൂതിമിവോന്നയൻ. ഇപ്പോൾ എനിക്ക് അല്ലേ തന്നെ എൻ്റെ മനസ്സ് മുറിവേറ്റിരിക്കുകയാണ്. അത് പുണ്ണായിട്ട് വ്രണമായിട്ട് മാറിയിരിക്കുക. ആ വ്രണത്തിൽ അങ്ങ് ഇപ്പോൾ കുത്തി നോവിച്ച് അതിനെ വീണ്ടും വലുതാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആനകള്, കുതിരകള്, കാലാള്, രഥം മുതലായ കാര്യങ്ങളെ യുദ്ധത്തിൽ ഞാൻ എങ്ങനെയാണ് നിഗ്രഹിക്കുന്നത് എന്ന് അങ്ങ് യുദ്ധത്തിൽ നേരിട്ട് കണ്ടുകൊള്ളുക. ഞാൻ പറഞ്ഞറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശാന്തിയെക്കുറിച്ച് പക്ഷേ സമാധാനം വേണം, ശമം വേണം എന്ന് ഞാൻ പറഞ്ഞു. അതെൻ്റെ മാനസിക ദൗർബല്യം കൊണ്ട് പറഞ്ഞതല്ല, സൗഹൃദം കൊണ്ടും കൃപ കൊണ്ടുമാണ് ഞാനത് പറഞ്ഞത്. സഹോദരന്മാരാണ്, ആ സഹോദരന്മാർ തമ്മിലടിച്ച് അതല്ലല്ലോ വേണ്ടത്. ധർമ്മം അതല്ലല്ലോ. നാശം അടയുക എന്നുള്ളതല്ല, യുദ്ധം കൊണ്ട് നശിക്കുക എന്നുള്ളതല്ല വാസ്തവത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. സമാധാനം ഉണ്ടാവുക, സന്തോഷമായിട്ട് ജീവിക്കുക, ഒരുമിച്ച് കഴിയുക എന്നുള്ളതിലാണ് ഏവരും താല്പര്യപ്പെടേണ്ടത്. അതുകൊണ്ട് അതിനുവേണ്ടി ഏത് ക്ലേശവും സഹിച്ചു കൊള്ളാം, പക്ഷേ ഭരതന്മാർ നശിക്കാതിരിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാൻ ശമം വേണം എന്ന് പറഞ്ഞത്. ഇന്ന് ഭീമൻ അല്പം ഒരു ഉത്തേജിതനായിട്ട് തന്നെ പറഞ്ഞു, ആവേശത്തോടു കൂടിയിട്ട് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, ഭീമ, നിന്റെ ഭാവം എനിക്ക് അറിയാൻ വേണ്ടിയിട്ടും നിന്നോടുള്ള പ്രണയം കൊണ്ടുമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആക്ഷേപമായിട്ട് നിന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ടോ ക്രോധം കൊണ്ടോ പാണ്ഡിത്യ പ്രകടനമായിട്ടോ അല്ല ഞാൻ അങ്ങനെ സംസാരിച്ചത്. അതുപോലെ എന്തെങ്കിലും ദുരർത്ഥം വെച്ച് പറഞ്ഞതുമല്ല, എന്തെങ്കിലും ഒരു വിവക്ഷ കൊണ്ട് പറഞ്ഞതുമല്ല. വേദാഹം തപ മാഹാത്മ്യം ഉതതേ വേദ തദ്ബലം ഉതതേ വേദകർമാണി നത്വം പരിഭവാമ്യഹം. ഭീമ, നിന്റെ മഹാത്മ്യം എനിക്ക് അറിയാം, ഞാൻ അറിയുന്നു. നിന്റെ ബലത്തെക്കുറിച്ചും എനിക്കറിയാം, നിന്റെ കർമ്മശൂരത, നിന്റെ കർമ്മസാമർഥ്യത്തെക്കുറിച്ചും എനിക്കറിയാം. ഞാൻ നിന്നെ ഒരിക്കലും അപമാനിക്കുകയില്ല. ഞാൻ എൻ്റെ നന്മയുടെ 1000 ഇരട്ടി നന്മ നിന്നിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനുമാണ്. നിന്റെ നന്മ ആഗ്രഹിക്കുന്നവൻ, എൻ്റെ നന്മയേക്കാൾ 1000 ഇരട്ടി നിന്നിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
പിന്നെ നിന്റെ ഈ സ്വഭാവം നിന്റെ കുലത്തിന് ചേർന്നതാണ്. നിന്റെ കുലം അനേകം സർവ്വരാജാക്കന്മാർ, ലോകരാജാക്കന്മാരൊക്കെ തന്നെ പൂജിക്കുന്ന ഒരു കുലമാണ് ഈ പാണ്ഡുവിൻ്റെ സോമവംശം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ അതിനനുസരിച്ചുള്ളവരാണ്. അതനുസരിച്ച് തന്നെയാണ് നിന്റെ സ്വഭാവവും നിന്റെ ശൗര്യവും പരാക്രമവും കീർത്തിയും ഒക്കെ നിലനിൽക്കുന്നത്. അതെന്നും നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം ദൂതിന് പോകുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, മനുഷ്യൻ രണ്ട് കാര്യങ്ങളെ വിചാരിച്ചുകൊണ്ട് എപ്പോഴും സന്ദിഗ്ധന്മാരാണ്. സംശയം, അതായത് തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ട്. ഏതാണ്? പൗരുഷവും ദൈവവും ആണ് രണ്ട് കാര്യങ്ങൾ. പൗരുഷം എന്ന് വെച്ചാൽ മനുഷ്യപ്രയത്നം കൊണ്ട് മനുഷ്യന്റെ സാമർഥ്യം കൊണ്ട് ശക്തി കൊണ്ട് എന്തും സാധിക്കും എന്നുള്ള വാദമാണ് പൗരുഷവാദം. മറ്റൊന്ന് ദൈവവാദമാണ്. അതായത് പ്രാരബ്ധം അനുഭവിച്ചേ തീരൂ, അതുകൊണ്ട് പ്രാരബ്ധത്തെ തടയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് എന്താണോ ദൈവനിശ്ചയം അതിന് വഴങ്ങിക്കൊടുക്കുക എന്നുള്ള വാദമാണ് ദൈവം എന്ന വാദം. ഇങ്ങനെ രണ്ട് വാദമാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിലേതാണ് ശക്തമെന്ന് ജനങ്ങൾക്ക് പൊതുവെ സന്ദേഹമുണ്ട്, സംശയമുണ്ട്. ചിലപ്പോൾ പുരുഷ പരിശ്രമം, പൗരുഷം കൊണ്ട് ലക്ഷ്യം കാണുന്നുണ്ട്. പക്ഷെ ആ ലക്ഷ്യം കാണുന്ന ഘട്ടത്തിലാണ് ദൈവം, അതായത് പ്രാരബ്ധം വന്നിട്ട് എല്ലാം നശിപ്പിച്ചു കളയുന്നു. 11-ാം മണിക്കൂറിൽ നശിപ്പിച്ചു കളയുന്നു. വെളുക്കും വരെ കുടമുണ്ടാക്കിയിട്ട് വെളുപ്പാം കാലത്ത് കുടം ഉടയ്ക്കുന്നത് പോലെ എല്ലാ പരിശ്രമവും നിഷ്ഫലമാകുന്ന രീതിയിൽ പൗരുഷം വ്യർത്ഥമായി തീരുന്ന അനുഭവങ്ങളുണ്ട്. അതുപോലെ ഏതെങ്കിലും രീതിയിൽ ദൈവം, അതായത് പ്രാരബ്ധം കൊണ്ട് തന്നെ ഏതെങ്കിലും ഫലം, കർമ്മഫലം നേടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് വിജയത്തിലെത്തുന്ന സമയത്ത് പുരുഷപ്രയത്നം കൊണ്ട് അതിനെ തച്ചുടക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. ഒരുപാട് അങ്ങനെയുണ്ട്. ഒരു ദൈവഹിതം പോലെ എല്ലാ കാര്യങ്ങളും നേരെയായിട്ട് വരുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി വന്നിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രയത്നം കൊണ്ട് അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന അനുഭവങ്ങളും നമുക്കുണ്ട്. അപ്പോൾ പൗരുഷമാണോ ദൈവമാണോ, മനുഷ്യന്റെ പ്രയത്നമാണോ അതോ പ്രാരബ്ധമാണോ, ഏതാണ് വലുത് എന്ന് പറയാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് മാത്രം ഒരു ലക്ഷ്യം നേടാൻ സാധിക്കുകയില്ല. രണ്ടും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വിജയം ഉണ്ടാകുന്നുള്ളൂ. സ ഏവം കൃതബുദ്ധി സ കർമ്മസ്വേവ പ്രവർത്തതേ നാസിദ്ധോ വ്യഥതേ തസ്യ നസിദ്ധോ ഹർഷമശ്നുതേ. അതുകൊണ്ട് ഇങ്ങനെ ഈ രണ്ടും ഒരുപോലെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കൃതബുദ്ധികളായ ആളുകൾ, യഥാർത്ഥ ബുദ്ധിമാന്മാർ, അല്ലെങ്കിൽ അതിൽ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? കർമ്മത്തിൽ യാതൊരു സംഘവുമില്ലാതെ നിസ്സംഗനായിട്ട് ആ കർമ്മം ചെയ്യുന്നു, പ്രയത്നം ചെയ്യുന്നു. അങ്ങനെ പ്രയത്നം ചെയ്യുന്ന ആളുകൾക്ക് ഈശ്വരബുദ്ധി അല്ലെങ്കിൽ ഈശ്വരാർപ്പിത ബുദ്ധി ഉള്ള ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യും? നാസിദ്ധോ വ്യഥതേ തസ്യ നസിദ്ധോ ഹർഷമശ്നുതേ. ആ കാര്യം സിദ്ധിച്ചില്ല എന്ന് വെച്ച് അവർക്ക് വ്യഥ ഉണ്ടാകുന്നില്ല, കാര്യം നേടി എന്ന് കരുതിയിട്ട് ഹർഷവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഹർഷം, ശോകം ഇത് രണ്ടും ഉപേക്ഷിച്ചുകൊണ്ട് കർമ്മത്തോട് സംഘമില്ലാതെ കർമ്മം ചെയ്യുക, അതിനാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഗീതയിൽ ഭഗവാൻ വിസ്തരിച്ച് ഈ വിഷയത്തെക്കുറിച്ച് അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇവിടെ ഭീമസേനന്റെ മുന്നിൽ വെച്ചും അദ്ദേഹം പറഞ്ഞു, പൗരുഷവും ദൈവവും രണ്ടും കണക്കിലെടുത്തുകൊണ്ട് കർമ്മം ചെയ്യുന്ന ആള് ഇതിലേതും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യാം ഈ യുദ്ധത്തിൽ എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ ഇതിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോറ്റാൽ ദുഃഖമുണ്ടാവില്ല, ജയിച്ചാൽ അധികം ഹർഷവും ഉണ്ടാവില്ല. ഇതാണ് ശാസ്ത്രം എന്ന് ഭഗവാൻ പറയുകയാണ്. യുദ്ധത്തിൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. നാദിപ്രഹീണരശ്മി സ്യാത് തഥാ ഭാവവിപര്യയെ വിഷാദമർച്ചേത് ഗ്ലാനിം വാപ്യേതമർത്ഥം ബ്രവീമിതേ. അതുകൊണ്ട് യുദ്ധം നടത്തി യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിട്ട് നിന്റെ ഉത്സാഹം നശിച്ചു പോകാൻ പാടില്ല. അതുപോലെ നിനക്ക് വിഷാദം ഉണ്ടാകാൻ പാടില്ല, ഗ്ലാനി ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് നിന്റെ ഈ ബലവീര പരാക്രമങ്ങളെ കൊണ്ട് മാത്രം യുദ്ധം ജയിക്കാം എന്ന് കരുതരുത്. പ്രാരബ്ധം, ദൈവം കൂടി നമുക്ക് അനുകൂലമായിട്ട് വരേണ്ടതുണ്ട്. പ്രാരബ്ധം എന്നാണ് ദൈവം എന്ന വാക്കിന് അർത്ഥം. മലയാളത്തിൽ പറയുന്ന ദൈവം ഈശ്വരൻ എന്ന അർത്ഥത്തിലല്ല ഇവിടെ ദൈവം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അദൃഷ്ടമായിട്ട് ഈശ്വരഹിതമായിട്ട് അതെപ്പോഴാണ് ആ കർമ്മഫലം നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കർമ്മത്തിൻ്റെ ഫലം ഒരുപാട് കാലതാമസം കൊണ്ട് നേരിട്ട് വന്ന് വരാം അത് അനുഭവിക്കാൻ. അത് മഹാഭാരതം പറയുന്നത് ഗുരുഭുക്തമിവോദരേ എന്ന് മറ്റ് പലയിടങ്ങളിലും പറയുന്നുണ്ട്. അതായത് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കാൻ ഒരുപാട് കാലമെടുക്കുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന വലിയ സൽക്കർമ്മങ്ങളും വലിയ ദുഷ്കർമ്മങ്ങളും അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ചിലപ്പോൾ കാലതാമസം നേരിടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് കർമ്മത്തിൻ്റെ ഏത് ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അതിനെ ഈശ്വരന് വിട്ടുകൊടുക്കുക എന്നേ സാധിക്കുകയുള്ളൂ.
ഭഗവാൻ പറയാണ്, ഫലം മറിച്ചായി പോയാൽ നിനക്ക് അതുകൊണ്ട് ദുഃഖം ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. ധൃതരാഷ്ട്രരുടെ സമീപം ഞാൻ നാളെ പോവുകയാണ്. ശമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ പരിശ്രമം. അത് നിങ്ങൾക്ക് ഹിതം ഉണ്ടാകാനും എനിക്ക് അനന്തമായ യശസ് ഉണ്ടാകാൻ വേണ്ടിയാണ്. എനിക്ക് തന്നെ ഇതുകൊണ്ടൊരു ലാഭമുണ്ട്. എന്താണ് യശസ്? ലോകത്തെ നശിപ്പിക്കുന്ന ഒരു മഹായുദ്ധത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രീകൃഷ്ണന്റെ ദൂത് കൊണ്ട് സാധിച്ചു എന്ന് വന്നാൽ ലോകസമാധാനത്തിനുള്ള ഒരു അവാർഡ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പല നാടുകളിൽ ഓടി നടന്ന യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് പറയുന്നതൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എനിക്ക് ഈ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടാൻ ഞാനാണ് യോഗ്യൻ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനും പറയുന്നത് അവാർഡ് വേണമെന്ന് അദ്ദേഹം പറയുന്നതിന് പോലും പറയുന്നു, എനിക്ക് അതിലുള്ള യശസ്, ഒരു കീർത്തി എനിക്ക് കിട്ടും, അത് എൻ്റെ ഒരു സ്വാർത്ഥമാണ്, എൻ്റെ ഒരു പ്രയോജനമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കും. പക്ഷെ അതിൽ ഉറപ്പ് എനിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ശമത്തിന് വേണ്ടിയുള്ള ആ പരിശ്രമം നടക്കുന്നില്ലെങ്കിൽ ഘോരമായ യുദ്ധമുണ്ടാകും എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. അതുകൊണ്ട് ഭീമ, ഞാൻ മുമ്പേ കൂട്ടി പറയുന്നത്, നീ പിന്മാറാൻ പാടില്ല. നിനക്ക് ഭീരുത്വം, ക്ലീബത്വം, നിന്റെ ക്ലീബവചനം കേട്ടിട്ട് നിന്നെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാക്കുകൾ പറഞ്ഞത്. യുദ്ധമുണ്ടാകും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതും എൻ്റെ മനസ്സ് ആശംസിക്കുന്നതും അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടും തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഈ യുദ്ധത്തിൽ അതുകൊണ്ട് ഭീമ നിന്നിലായിരിക്കും, ഈ വലിയ ഭീമമായ സൈന്യത്തിന്റെ ഭാരം നിന്നിലായിരിക്കും അർപ്പിക്കപ്പെടുക. നീയാണ് അതിൽ യുദ്ധം ചെയ്യേണ്ട യുദ്ധനായകൻ, നീയാണ്. അർജുനൻ നിന്റെ കൂടെ ധുരം വഹിക്കും. എന്നുവെച്ചാൽ കാളയെ പൂട്ടുന്ന സമയത്ത് 2 കാളയുടെ ചുമലിലാണല്ലോ ഈ നുകം വെച്ച് കൊടുക്കുക. ഇവിടെ ഭീമനും അർജുനനുമാകുന്ന ഒരു 2 കാളകളാണ് ധുരം വഹിക്കുന്നത്. അർജുനൻ നിന്നോടൊപ്പം ആ ഭാരം പങ്കിട്ടെടുക്കും. മുഴുവൻ സൈന്യത്തിൻ്റെയും ഭാരം നിങ്ങൾ 2 പേരും ചേർന്ന് തന്നെ വഹിക്കേണ്ടി വരും. ഞാൻ യുദ്ധത്തിന് നിൽക്കില്ല. ഞാൻ യുദ്ധത്തിൽ സാരഥിയായിട്ട്, അർജുനന്റെ ബീഭത്സവിന്റെ സാരഥിയായിട്ട് ഇരിക്കും. അതാണ് അർജുനനും അഭീഷ്ടമായിരിക്കുന്നത്. അർജുനൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ യുദ്ധത്തിന്റെ യശസ് എനിക്ക് വേണം എന്നുള്ളത് കൊണ്ട് അങ്ങ് സാരഥിയായിട്ട് ഇരുന്നാൽ മതി എന്ന് അർജുനൻ പറഞ്ഞതിനെ ആകാം ഭഗവാൻ ഒരുപക്ഷെ ഇവിടെ വ്യംഗ്യമായിട്ട് പറയുന്നത്. അത് അർജുനന്റെ അഭീഷ്ടമാണ് ഞാൻ സാരഥിയായിരിക്കുക എന്നുള്ളത്. ഭാരം നിങ്ങൾ 2 പേരിലാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല. യുദ്ധം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതിനെയാണ് ഞാൻ തയ്യാറായിട്ടിരിക്കുന്നത്. എനിക്കൊരിക്കലും അതുകൊണ്ട് എൻ്റെ ഈ പൗരുഷം, എൻ്റെ പുരുഷപ്രയത്നം, ശാന്തിക്ക് വേണ്ടിയുള്ള പ്രയത്നം ജയിക്കും എന്ന് ഒരു ഉറപ്പും പറയാൻ സാധിക്കുകയില്ല. ഭഗവാൻ വളരെ നീതി നൈപുണ്യം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. കാരണം താൻ ഒരു അമിതമായ ആത്മവിശ്വാസത്തോടു കൂടി പോകുന്ന ആളല്ല. യുദ്ധത്തിന് വേണ്ടി മാനസികമായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം എന്ന് യുധിഷ്ഠിരനെയും ഭീമനെയും അർജുനനെയും പാണ്ഡവന്മാരെ മുഴുവനും ബോധിപ്പിച്ച് അവരെ അതിനുവേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. അതാണ് ഇവിടെ ഈ വാക്യങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഇത് കേട്ട് അർജുനൻ, അദ്ദേഹത്തിൻ്റെ ഊഴം വന്നു. അർജുനൻ പറഞ്ഞു, അങ്ങയുടെയും ജ്യേഷ്ഠനായ നമ്മുടെ ധർമ്മപുത്രരുടെയും വാക്കുകളൊക്കെ ഞാൻ കേട്ടു. എനിക്ക് തോന്നുന്നത് ശമം അഥവാ ശാന്തി അത്ര എളുപ്പമുള്ള കാര്യമല്ല, സുഖകരമല്ല, അനായാസമായിട്ട് സാധിക്കുകയില്ല. ധൃതരാഷ്ട്രരുടെ ലോഭവും നമ്മുടെ ദീനതയും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ധൃതരാഷ്ട്രർക്ക് ഇത് എങ്ങനെയെങ്കിലും എല്ലാം പിടിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമുക്കാണെങ്കിൽ കയ്യിൽ അംഗബലം കുറവാണ്, കയ്യിൽ അധികാരമില്ല എന്നുള്ള ഒരു ദീനത നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഭാഗത്ത് പുറമേ കാണുന്നവർക്ക് ഉള്ളത് കൊണ്ടും അവർ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുക. അല്ലെങ്കിൽ അവർ രാജ്യം വിട്ടുതരാൻ തയ്യാറാവുകയില്ല. രാജ്യം വിട്ടുതരുന്നില്ലെങ്കിൽ യുദ്ധം ഉണ്ടാകുന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ടാണ് ശമം അത്ര എളുപ്പമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങ് പൗരുഷം വിഫലമാണ് എന്ന് കരുതുന്നതിനോട് എനിക്ക് അത്ര യോജിക്കാൻ സാധിക്കുന്നില്ല. പൗരുഷം കൊണ്ട് ഒന്നും അസാധ്യമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങ് എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങ് പാണ്ഡവന്മാർക്കും കുരുക്കൾക്കും സുഹൃത്തുക്കളാണ്. സുരാസുരന്മാർക്ക്, ദേവന്മാർക്കും അസുരന്മാർക്കും പ്രജാപതി എന്നതുപോലെ മധ്യത്തിൽ നിന്നുകൊണ്ട് 2 പേർക്കും ഹിതം ആഗ്രഹിക്കേണ്ട ആളാണ്. 2 പക്ഷത്തും നിരാമയം, ദുഃഖമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കാൻ അങ്ങ് ബാധ്യസ്ഥനുമാണ്. അതുവഴി ഞങ്ങളുടെ ഹിതവും അങ്ങ് നേടാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാം. അത് അങ്ങേക്ക് സാധിക്കുകയും ചെയ്യും. ശമം കൊണ്ട് കഴിയാത്തത് പക്ഷേ മറ്റൊരു രീതിയിൽ അവരിൽ ഭയം ജനിപ്പിച്ചിട്ട് ഒരു ഭേദബുദ്ധി ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ദണ്ഡം കൊണ്ട്, അതായത് സാമം ദാനം ഭേദം ദണ്ഡം, സാമദാനങ്ങൾ യേശുന്നില്ലെങ്കിൽ ഭേദം, അവരുടെ ഉള്ളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി കാര്യം നേടുക, അല്ലെങ്കിൽ ദണ്ഡം, യുദ്ധം, അത് തന്നെ ചെയ്യേണ്ടി വരും. ഏതായാലും അങ്ങ് അവിടെ ചെല്ലുന്ന സമയത്ത് അങ്ങക്ക് യുക്തമായ രീതിയിൽ അവർക്ക് യുദ്ധത്തിന്റെ ഭീകരതയെ വെളിപ്പെടുത്തി കൊടുത്തിട്ടായാലും
അല്പം ഒരു പരുഷമായിട്ട് സംസാരിച്ചിട്ടായാലും, അല്പം ഒരു ശബ്ദമൊന്ന് ഉയർത്തി പറഞ്ഞാലും, അല്പം ഒന്ന് അർത്ഥം വച്ചുകൊണ്ട് സംസാരിച്ചാലും, എങ്ങനെ അങ്ങയുടെ ഹിതം പോലെ അങ്ങയുടെ സാമർഥ്യം മുഴുവൻ അവിടെ വാക് സാമർഥ്യത്തെ അവിടെ കാണിച്ച് നമുക്ക് ഹിതമുണ്ടാക്കുക. അതുകൊണ്ട് ഇഷ്ടമോ അല്ലെങ്കിൽ അങ്ങേ ആഗ്രഹിക്കുന്ന പോലെയുള്ള യുദ്ധം അതുണ്ടാകട്ടെ, അല്ലെങ്കിൽ ശമമുണ്ടാകട്ടെ, അതേതായാലും അങ്ങ് ആത്മാർത്ഥമായിട്ട് കാര്യം ചെയ്യുക. ഏതായാലും ദുര്യോധനൻ വധ്യനാണ്. സസുതബാന്ധവ ആയിട്ടുള്ള ദുര്യോധനൻ, അതായത് മക്കളോടൊപ്പം ബന്ധുക്കളോടൊപ്പം വധിക്കപ്പെടേണ്ടവനാണ് എന്ന കാര്യത്തിൽ എനിക്കും വലിയ സംശയമില്ല. കാരണം യുധിഷ്ഠിരനോട് കാണിച്ച വഞ്ചന, ക്രൂരത, ചതി മുതലായ കാര്യങ്ങളും പാഞ്ചാലിയോട് കാണിച്ച ആ പല രീതിയിലുള്ള അപമാനം, ഇതൊക്കെ കണക്കെടുക്കുമ്പോൾ അവൻ വധ്യനാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് മൃദുവായിട്ട് സംസാരിക്കണോ അല്ല കഠിനമായിട്ട് സംസാരിക്കണോ എന്ന കാര്യം അങ്ങേക്ക് വിട്ടുതരികയാണ് എന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ശരിയാണ്, നീ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾ എനിക്ക് വിട്ടു തന്നിരിക്കുന്നു. പക്ഷെ കൃഷി ചെയ്യുന്നതിന് മുമ്പ് വയൽ നന്നായിട്ട് വെള്ളം കൊണ്ട് നനച്ച് ഉഴുതുമറിച്ച് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചു കഴിഞ്ഞാലും മഴ പെയ്തില്ലെങ്കിൽ എന്താകും ഫലം? മഴ പെയ്തില്ലെങ്കിൽ വിളവുണ്ടാവുകയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പൗരുഷം കൊണ്ട് പുരുഷപ്രയത്നം കൊണ്ട് മാത്രം ഫലമില്ല, ദൈവം അഥവാ പ്രാരബ്ധം കൂടി അനുകൂലമാകണം എന്ന് പറഞ്ഞത്. ആസേചനം, ഈ ജലസേചനം ചെയ്തിട്ട് വയലിനെ നേരെ തയ്യാറാക്കി നിർത്തുക എന്നുള്ളതാണ് പൗരുഷം. മഴ പെയ്യാതെ വെയിൽ കൊണ്ടുണ്ടാകുന്ന ശോഷണം, വരണ്ടുണങ്ങി പോവുക എന്നുള്ളതാണ് ദൈവം. ഇത് രണ്ടും ഒന്ന് പുരുഷസാധ്യമാണ്, മറ്റേത് ഈശ്വര സാധ്യവുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ, നമ്മുടെ പൂർവ്വന്മാരൊക്കെ ചെയ്തതാണ് ദൈവം മാനുഷം, ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, ഒരേപോലെ പരിഗണിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങിയത്. ഞാൻ പൗരുഷം അനുഷ്ഠിക്കാം, അതിലെനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ ദൈവം എൻ്റെ കയ്യിലല്ല. എന്ന് വെച്ചാൽ പ്രാരബ്ധം, നടക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്ന് എനിക്ക് തീരുമാനിക്കാൻ സാധിക്കുകയില്ല, എൻ്റെ കയ്യിലല്ല, എൻ്റെ നിയന്ത്രണത്തിലല്ല. ദുര്യോധനൻ ധർമ്മം, ലോകം എന്നിവ രണ്ടും ത്യജിച്ചുകൊണ്ട് പോലും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ഏത് നികൃഷ്ടമായ വഴിയും സ്വീകരിക്കും. അതിൽ അദ്ദേഹത്തിന് ഒരു കുറ്റബോധവുമില്ല. അതിന് അവനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ മന്ത്രിമാരായ കർണനും ശകുനിയും ദുശാസനും, 3 ദുർബുദ്ധികളായ മന്ത്രിമാരും അദ്ദേഹത്തിനുണ്ട്. രാജ്യം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ശാന്തി അവൻ അംഗീകരിക്കുകയില്ല, മരണം വരെയും അവൻ അത് അംഗീകരിക്കുകയില്ല. ഇപ്പുറത്ത് ധർമ്മരാജനും രാജ്യം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ശാന്തി അദ്ദേഹവും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ യുധിഷ്ഠിരന്റെ വാദം, 5 ഗ്രാമങ്ങൾ കൊണ്ട് ഞാൻ തൃപ്തനാണ് എന്നുള്ള വാദം ഞാൻ അവിടെ ചെന്ന് പറയുന്നത് ഉചിതമായിരിക്കും എന്ന് ഞാനും കരുതുന്നില്ല. കാരണം അവർ അംഗീകരിക്കുകയില്ല. അത് നമ്മുടെ ഭീരുത്വമായിട്ട് മാത്രമേ കരുതുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ ദുര്യോധനാദികൾ വധ്യരാണ്. ചെറിയ ഒരു ആവശ്യം പോലും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറില്ലാത്ത അവൻ വധ്യനാണ്, കൊല്ലപ്പെടേണ്ടവനാണ്. എനിക്കും വധ്യനാണ്, ഈ ലോകത്തിലും അവൻ വധ്യനാണ്. കൗമാരം മുതൽക്കേ തന്നെ നിങ്ങളെ പല രീതിയിൽ കൊല്ലാൻ ശ്രമിച്ച് ഉപദ്രവിച്ചവനാണ്, ക്രൂരമായിട്ട് രാജ്യം തട്ടിയെടുത്തവനാണ്. അവനെ നിനക്ക് നന്നായിട്ട് അറിയാം അർജുന, നിനക്ക് അവനെ നന്നായിട്ട് അറിയാം. നിനക്ക് അവൻ എന്നെ പോലും നിങ്ങൾക്കെതിരായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭേദബുദ്ധി എന്നിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ലോഭം ഉണ്ടാക്കിയിട്ടും മറ്റും ഭേദബുദ്ധി എന്നിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ ശ്രമിച്ചവനാണ്. പക്ഷെ ഞാൻ അവൻ്റെ ആ ദുർബുദ്ധിയെ മനസ്സിലാക്കിയിട്ട് അവൻ്റെ വാഗ്ദാനങ്ങളെ ഞാൻ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവൻ്റെ ഭാവവും എൻ്റെ ദൃഢമായ മതവും നിനക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നീ എന്നെ ഒന്നും അറിയാത്തതുപോലെ സംശയിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു ഭഗവാൻ. എവിടെയാണ് അർജുനൻ്റെ സംശയമുണ്ടായത്? പൗരുഷം വ്യർത്ഥമാണ്, ദൈവമാണ് പ്രബലം എന്ന് പറഞ്ഞത് ഭഗവാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയില്ല ശാന്തിക്ക് വേണ്ടി എന്നുള്ള ഒരു അർത്ഥമാണ് അർജുനൻ എടുത്തത്. അത് അർജുനൻ പറഞ്ഞതുകൊണ്ടാണ് ഭഗവാൻ ആ അല്പം ഒന്ന് മനസ്സ് നൊന്തിട്ട് പറഞ്ഞത്, നീ എന്നെ സംശയിക്കുകയാണ്, ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. കാരണം ഇവിടെ ദൈവികമായൊരു ദൗത്യം നിന്നിലും എന്നിലും അർപ്പിതമാണ്. ശത്രു സംഹാരം ചെയ്യുക, ദുഷ്ടസംഹാരം ചെയ്യുക എന്നുള്ളത് ദേവന്മാരുടെ ഹിതമാണ്. അത് നിനക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ശത്രുക്കളോട് എങ്ങനെയാണ് നമുക്ക് ഒന്നിച്ച് ചേരാൻ സാധിക്കുക? വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഞാൻ പരമാവധി ശ്രമിക്കും. പക്ഷേ ഒരു ശാന്തിയുടെ ഒരു ലക്ഷണം ഞാൻ കാണുന്നില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഉദിക്കുന്നില്ല. തൽക്കാലം എല്ലാ തരത്തിലും ഞാൻ ധർമ്മരാജൻ്റെ, യുധിഷ്ഠിരൻ്റെ സന്ദേശത്തെ അവിടെ ഞാൻ എത്തിക്കും. ആ നിർദ്ദേശം ഞാൻ കൃത്യമായി പാലിച്ചിരിക്കും. ശാന്തിയുടെ മാർഗം തന്നെ അന്വേഷിക്കും. പിന്നീട് ആ ദുഷ്ടനായ ദുര്യോധനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ ചർച്ച നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് നകുലനും സഹദേവനും പാഞ്ചാലിയും അവരവരുടെ അഭിപ്രായങ്ങൾ
ഭഗവാന്റെ മുന്നിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു.